السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين ما بعد. اتقوا الله عباد الله والعاقبة للمتقين. എൻ്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസി സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അവിടുത്തെ ചൂണ്ടുവിരലും നടുവിരലും ചേർത്ത് പിടിച്ചുകൊണ്ട് ഉയർത്തി കാണിച്ചുകൊണ്ട് പറയുന്നു, അന വകാഫിറുൽ യതീം ഹകദ, ഞാനും യതീമിനെ സംരക്ഷിക്കുന്നയാളും ഇതുപോലെയാണ് ഫിൽ ജന്ന, സ്വർഗത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഏറ്റവും അടുത്തായിരിക്കും യതീമിനെ സംരക്ഷിക്കുന്ന ഒരാൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറയുകയാണ്. യതീമിനെയും അതുപോലെ തന്നെ അഗതികളെയും വിധവകളെയും എല്ലാം പരിപാലിക്കലും അവരെ സംരക്ഷിക്കലും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യലുമെല്ലാം ഇസ്ലാമിൽ വലിയ വലിയ സൽക്കർമ്മങ്ങളായിട്ട് തന്നെയാണ് അതിനെ കാണുന്നത്. അതുപോലെ തന്നെ മറ്റൊരിക്കൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അസ്സാഇ അലൽ അർമില വൽ മിസ്കീൻ കൽ മുജാഹിദ് ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന ഒരാളെ പോലെയാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് അത് എത്രമാത്രം വലിയ ശ്രേഷ്ഠമായ അമലാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നയാൾക്ക് സ്വർഗത്തിൽ 100 പദവികളുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ആ അത്രയും വലിയ ശ്രേഷ്ഠമായ അമൽ ചെയ്യുന്ന ഒരാളെ പോലെയാണ് ആര്? അസ്സാഇ അലൽ അർമില വൽ മിസ്കീൻ, അഗതികൾക്കും വിധവകൾക്കും വേണ്ടി പ്രയത്നിക്കുന്നയാൾ, അവർക്ക് വേണ്ടി പണിയെടുക്കുന്ന, അവർക്ക് വേണ്ടി പരിശ്രമിക്കുന്ന, അവരുടെ ഉന്നമനത്തിന് വേണ്ടി വർത്തിക്കുന്ന ഒരാൾ, അയാൾ ഈ പറഞ്ഞ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നയാളെ പോലെയാണെന്ന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. അതുപോലെ തന്നെ മറ്റ് ഇതിനേക്കാൾ കൂടുതലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, വകൽ ഖായിമ അല്ലദീ ലാ യഫ്തുർ വകസ്സായിമ അല്ലദീ ലാ യുഫ്തിർ, ഇടമുറിയാതെ നോമ്പെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾ, അതായത് ദിനേന എല്ലാ ദിവസവും നോമ്പെടുക്കുന്ന ഒരാളുടെ ശ്രേഷ്ഠത എത്രത്തോളമായിരിക്കും. അതുപോലെ തന്നെ എല്ലാ രാത്രിയിലും പൂർണ്ണമായും നിന്ന് നമസ്കരിക്കുന്ന തഹജ്ജുദും അതുപോലെ ഖിയാമുൽ ലൈൽ പോലെയുള്ള നമസ്കാരങ്ങളെല്ലാം എല്ലാ രാത്രിയിലും നമസ്കരിക്കുന്നയാളെ പോലെയും ആകും എന്ന് ഞാൻ കരുതുന്നു, എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അയാൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെയെല്ലാം നമുക്ക് അനാഥരെയും അഗതികളെയും സംരക്ഷിക്കുന്നതിൻ്റെയും അവർക്ക് വേണ്ടി പരിശ്രമിക്കുന്നതിൻ്റെയും എല്ലാ പ്രാധാന്യത്തെ എടുത്തു കാണിക്കുന്നു. നമുക്ക് കാണാൻ സാധിക്കും, മതത്തെ കളവാക്കിയവൻ ആരാണ് എന്ന് താങ്കൾക്കറിയുമോ എന്ന് അള്ളാഹു ചോദിച്ചുകൊണ്ട് അള്ളാഹു പറയുന്ന കാര്യം നമുക്കറിയാം. അതുമാത്രം മതി നമുക്ക് അത്തരം വിഷയങ്ങളിൽ ഇടപെടാനും പരമാവധി അതിലും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാനും. അവർ എന്ത് ചെയ്യുന്നവരാണ്? അഗതിയുടെ മിസ്കീനിന്റെ ഭക്ഷണത്തെ പ്രോത്സാഹിപ്പിക്കാത്തവരാണെന്നാണ്. അവിടെ അള്ളാഹു പ്രയോഗിച്ച പ്രയോഗം പ്രോത്സാഹിപ്പിക്കുന്നില്ല, കൊടുക്കുന്നില്ല എന്നല്ല അള്ളാഹു പറഞ്ഞത്. മിസ്കീന് ഭക്ഷണം കൊടുക്കാത്തവരെന്നല്ല അള്ളാഹു പറഞ്ഞത്. എന്തുകൊണ്ട് നമുക്ക് കൊടുത്തുകൂടാ? ആ മിസ്കീൻ ഇന്ന സ്ഥലത്തൊരു പാവപ്പെട്ട മനുഷ്യനുണ്ട്, അയാളെ നമുക്ക് എന്താണ് സഹായിച്ചാൽ, നമുക്ക് എന്താണ് സഹായിക്കാത്തത് നമ്മൾ എന്ന് ചോദിക്കാത്തയാളെന്നാണ്. അപ്പോൾ അത്രയും ഗൗരവമുള്ള ഒരു വിഷയമായിട്ടാണ് ദീനിനെ കളവാക്കിയവർ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ അഭിസംബോധന ചെയ്തത്. അതുകൊണ്ട് അക്കൂട്ടരിൽ പെടാതിരിക്കാൻ ഈ ഒരു പങ്ക്, ഇതിൽ നിന്നും ഒരു പങ്ക് നമുക്കുണ്ടാവണം. അനാഥ യതീംഖാനകൾ, അതുപോലെ ഉള്ള ഓർഫനേജുകൾ, അങ്ങനെയുള്ള അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ടെങ്കിലും എന്തെങ്കിലും ഒരു നമ്മളുടെ ഒരു ഭാഗധേയം ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗൗരവകരമായ ഒരു വിഷയമായി നമ്മൾ മനസ്സിലാക്കുക. അതും വളരെ വളരെ വലിയ വലിയ മഹത്തായ പ്രതിഫലങ്ങൾ നമുക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള അമലുകളുമായി നമ്മൾ അതിനെ മനസ്സിലാക്കുക. കഴിവതും അറിഞ്ഞ കാര്യങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുവാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.